ഈ റോഡിന്റെ ദുരിതം അനുഭവിക്കുന്ന നാട്ടുകാർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം 4 വർഷത്തിലേറെയായി അവർ ദുരിതം അനുഭവിക്കുന്നു. എത്രമാത്രം വലിയ ദുരിതബാധയിലൂടെ നമ്മൾ സാർ, ഈ റോഡ് ഇങ്ങനെ കിടക്കൽ തുടങ്ങിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ ജനങ്ങളെ, ഇവിടുന്ന് പട്ടാമ്പി റോഡ് വരുന്ന ഒരുപാട് അറിയപ്പെടാത്ത ആളുകളെ, ഈ ഒരു ഹോസ്പിറ്റാലിറ്റി സിറ്റിയാണ് ഈ പെരിന്തൽമണ്ണ എന്നറിയപ്പെടുന്നത്. അവിടെ വെച്ചുകൊണ്ട് ഈ റോഡിൽ പോകുന്ന ഈ അടുത്ത പ്രദേശത്തുള്ള ഒരു കുട്ടി ഗർഭിണിയായി പോകുന്ന ഒരു അവര് ഭർത്താവും ഭാര്യയും ഒരുമിച്ചിട്ട് പോകുമ്പോൾ അവരെ അബോഷനായിട്ട് ആ ഹോസ്പിറ്റലിൽ എത്താൻ വൈകിയതിൻ്റെ കാരണം അബോഷനായിട്ട് പോകേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അനവധി ആളുകൾ ഇവിടെ ഈ പൊടിശല്യം, ഈ റോഡിലൊക്കെ അവർ നിരന്തരമായിട്ട് ഈ കുടി അടക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത് കുറച്ച് പൊടിയാണ്. ആ പൊടി ഇട്ടിട്ട് ഇവിടെയൊക്കെ ഈ കച്ചവടക്കാർ മുഴുവനും അതിൽ വലഞ്ഞ് അവസാനത്തെ ഈ ശ്രമമാണ് ഞങ്ങളുടെ ഈ റോഡ് ഉപരോധം എന്നുള്ളത്. ഇതിനു മുമ്പ് ജനകീയമായിട്ട് ഞങ്ങൾ ഒരുപാട് പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഈ KSTP എന്നുള്ള ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു നടപടി പോലും എടുക്കാൻ കഴിയാതെ അവർ നിരന്തരമായിട്ട് സമരം പ്രഖ്യാപിച്ച അന്ന് മുതൽ ടിയമ്പുരം എന്ന സ്ഥലത്ത് വെച്ചിട്ട് കുറഞ്ഞ സ്ഥലത്ത് മാത്രം ഒരു ഡാരിങ് തുടങ്ങി വെക്കുകയും അവർ ടെർമിനേറ്റർ ചെയ്തു എന്ന് അറിയപ്പെട്ട സമയത്ത് അന്ന് മുതൽ അവർ കുറച്ച് പണിയെടുത്തു എന്നല്ലാതെ വേറെ ഒരു കാര്യവും അവർ ചെയ്യുന്നില്ല. ഒരുപാട് ഈ ബുദ്ധിമുട്ടുകൾ ഈ നാട്ടുകാർ അനുഭവപ്പെടുന്നുണ്ട്. ഇനിയും ഇതുപോലത്തേത് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് ആർക്കും കഴിയില്ല. ഇത് ഒരു ചെറിയ സൂചനാ പണിമുടരണം മാത്രമാണ്. ഇനി ഇതിലും വലിയ പ്രക്ഷോഭങ്ങൾ ഇവിടെ എല്ലാ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നാട്ടുകാരിറങ്ങി, ഇനി സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ഈ റോഡിൽ ഇറങ്ങി അതിന് ഞങ്ങൾ പരിഹാരം റോഡ് നന്നാക്കുന്നത് വരെ കാണുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ഞങ്ങൾ ഇന്നു മുതൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പിറകെ ഞങ്ങൾ എല്ലാ കാര്യത്തിലും ഉണ്ടാവും. നമുക്ക് നല്ലൊരു ദുരിതത്തിനകത്ത് പരിഹാരം ആവട്ടെ എന്ന് ഞങ്ങൾ കരുതുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഇത് നേരായിക്കട്ടെ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു ഉപകാരമായിരുന്നു. കുറേ വണ്ടികൾ ഇത് പോണതാണല്ലോ, അതുകൊണ്ട് ഈ റോഡിൻ്റെ അവസ്ഥ വളരെ ദുരിതത്തിലാണ്. എത്ര ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടിലാണ് ഈ റോഡ്. അപ്പോൾ ഇതിനൊരു പരിഹാരം കാണണം എന്നാണ് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് പറയാനുള്ളത്. ഈ സമരത്തോടനുസരിച്ചിട്ടെങ്കിലും ഇനി ഒരു പ്രതീക്ഷ ഉണ്ട്, റോഡ് നേരാക്കുന്നില്ല. ആ ഒരു പ്രതീക്ഷയിലാണ് ഈ സമരം നടത്തുന്നത്. ഞങ്ങളുടെ ആവശ്യങ്ങൾ തന്നെയാണ്. ഞങ്ങൾ ഈ ഓട്ടോ തൊഴിലാളികൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇതിലെ വണ്ടി ഓടിക്കുന്നത്. കാരണം ഒരു 2 വീലർ ആണെങ്കിൽ ഒരു 4 വീലാണെന്നുണ്ടെങ്കിൽ ഒരു കുഴി മറികടന്ന് പോകാൻ കഴിയും. ഓട്ടോറിക്ഷയ്ക്ക് 3 വീല് 3 ഭാഗത്താണ്. ഞങ്ങളാണ് ഇതിൽ കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. അതൊന്നും ഇപ്പോൾ ആർക്കും അറിയില്ലല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ഈ സമരം മുഖേന എത്രയും പെട്ടെന്ന് നേരാക്കണം എന്നില്ല തന്നെയാണ് ആവശ്യം. ഞങ്ങൾക്ക് ഒന്നും പറയാം, ഞങ്ങൾ ഓട്ടോ തൊഴിലാളികളാണ്. ഞങ്ങൾക്ക് ഈ റോഡൊന്ന് വേഗം ശരിയാക്കി തന്നാൽ മതി. വണ്ടി കേടുവന്നിട്ട് ആൾക്കാരെ ഊരൊടിഞ്ഞിട്ട് ഞങ്ങൾ സഹിക്കണില്ല. അതാണ് നമുക്ക് മെയിൻ പ്രശ്നം. ജീവിക്കാൻ എവിടെ? ഞങ്ങൾ കിട്ടുന്ന പൈസ അതിന് ചെലവാക്കാനുള്ളൂ, ഒന്നുമില്ല. ആൾക്കാരെ പ്രാക്ക് വേറെ, അത്രേ ഉള്ളൂ. 4 കൊല്ലമായി ഇത് തുടങ്ങിയിട്ട്. വളരെയധികം പ്രധാനപ്പെട്ട സമരമാവുന്നു. 4-5 മരണങ്ങൾ തന്നെ സംഭവിച്ചിട്ടുണ്ട് ഈ റോഡ് കുഴികളിൽ വീണും കൊണ്ട്. എത്രയോ മരണങ്ങൾ വരെ സംഭവിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണ് ഈ സമരം. വാട്ടർ അതോറിറ്റി കുഴിയിലും KSTP കുഴിയിലും എല്ലാം ഉടനെ പെട്ടെന്ന് ശരിയാക്കണമെന്ന് വളരെയധികം അഭ്യർത്ഥിച്ചുകൊണ്ട് നേരത്തോട് പറയുന്നു. നമ്മള് നേരിടുന്ന പ്രതിസന്ധിയെ തുടർന്ന് ഇങ്ങനെ ഒരു സമരത്തിലേക്ക് എത്തേണ്ടി വന്നത്. ഞങ്ങൾ എല്ലാവിധ പിന്തുണയും ഞങ്ങൾ ഈ സമരത്തിന് നൽകുകയാണ്. ഏത് വിധേയൻ ഇവർ നമ്മുടെ നേതൃത്വം നൽകുന്നു അത് രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറാണ്. എത്രയും പെട്ടെന്ന് ഈ റോഡ് നേരാക്കിയിട്ട് വാഹന ഗതാഗത യോഗ്യമാക്കണം എന്നാണ് പറയാനുള്ളത്. ഒരുപാട് കാലമായി ഇതിങ്ങനെ ബുദ്ധിമുട്ടും സഹിച്ചിട്ട് ആളുകൾ ജീവിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തണം, അത് നേരെ ക്ലിയർ ആക്കണം എന്നാണ് പറയാനുള്ളത്. ഓക്കെ, ഇത് തുടക്കമാണ്. ഇനി റോഡ് എന്നാ നന്നാവുന്നത് അതുവരെ ആക്ഷൻ കോഴ്സിന്റെ നേതൃത്വത്തിൽ ജനങ്ങളുടെ സമരം ഈ റോഡിലുണ്ടാവുമെന്നാണ് ഈ സമയത്ത് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഈ സമരം, ഈ റോഡ് പണി കഴിയുന്നത് വരെ ഈ സമരം ഒരു റിലേ സമരമായി കൊണ്ടുവരാനാണ് ഞങ്ങൾ ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം. ഈ റോഡ് ശരിയാകുന്നത് വരെ ഇനി ഈ കട്ടുപാറ പ്രദേശം അല്ലെങ്കിൽ ഈ 2 പഞ്ചായത്തുകൾ ഈ സമരത്തിന്റെ മുൻനിരയിൽ തന്നെ ഉണ്ടാകും എന്നാണ് പറയുന്നത്.
നാട്ടുകാർക്ക് പറയാനുള്ളത് ഈ ഒരു റോഡ് നിർമ്മാണം, റോഡ് അറ്റകുറ്റപ്പണി അത് അടിയന്തര ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അത് തീരുന്നത് വരെ സമര പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് നാട്ടുകാരും ജനപ്രതിനിധികളെല്ലാം ഒരുപോലെ ഉറപ്പ് പറയുകയാണ്. എന്നാണെങ്കിലും വരും ദിവസങ്ങളിലും വലിയ പ്രതിഷേധങ്ങൾ ഈ നാട്ടിലുണ്ടാകുമെന്ന തെളിവാണ്, അല്ലെങ്കിൽ അതിന്റെ സൂചനയാണ് ഇന്നത്തെ ഈ ഉപരോധ സമരം. കട്ടുപാറയിൽ നിന്നും CV അനുമോദ്, ന്യൂസ് 18.